മലയാളത്തിലെ ആദ്യത്തെ വഞ്ചിപ്പാട്ട് കൃതിയായ രാമപുരത്ത് വാര്യർ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുടെ ആവശ്യപ്രകാരം വള്ളം തുഴയുന്നവരുടെ താളത്തിനൊത്ത് കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും സൗഹൃദത്തെക്കുറിച്ചും കുചേലന്റെ ദാരിദ്ര്യത്തെക്കുറിച്ചും പറയുന്ന ഒരു ഐതിഹ്യമാണ്. 18-ാം നൂറ്റാണ്ടിൽ കോട്ടയം മീനച്ചിൽ താലൂക്കിൽ രാമപുരത്ത് ജീവിച്ചിരുന്ന കവിയായിരുന്നു രാമപുരത്ത് വാര്യർ. വളരെ ദരിദ്രനായിരുന്ന അദ്ദേഹം വൈക്കം ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നു. തന്റെ ദാരിദ്ര്യത്തിന് അറുതി വരുത്താനായി ഒരു വർഷം ഭജനം ഇരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഊട്ടുപുരയിൽ സദ്യയുള്ള ദിവസം മാത്രം ഒരു നേരം ഊണ് കഴിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി എന്നുള്ള നിശ്ചയത്തോടെയാണ് ഭജനം തുടങ്ങിയതെങ്കിലും അദ്ദേഹം ഭജനം തുടങ്ങിയതിനു ശേഷം ഒരു ദിവസം പോലും സദ്യ മുടങ്ങിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭജനം കഴിയുന്ന ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. വാര്യർ രാജാവിനെ സ്തുതിച്ച് 4-5 ശ്ലോകങ്ങൾ ഉണ്ടാക്കുകയും രാമയ്യൻ ദളവ മുഖാന്തരം രാജാവിനെത്തിക്കുകയും ചെയ്തു. രാജാവ് പോകാൻ നേരം കടവിൽ നിന്നിരുന്ന വാര്യരോട് തന്നോടൊപ്പം വഞ്ചിയിൽ കയറാൻ ആജ്ഞാപിച്ചു. വഞ്ചി നീങ്ങി തുടങ്ങിയ സമയത്ത് വഞ്ചി തുഴയുന്ന താളത്തിനൊത്ത് ഒരു പാട്ടുണ്ടാക്കാൻ വാര്യരോട് രാജാവ് ആവശ്യപ്പെട്ടു. അങ്ങനെ നദോന്നത വൃത്തത്തിൽ കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും ദൃഢമായ സൗഹൃദത്തിന്റെ കഥ പറയുന്ന കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വിരചിതമായി. രാജാവിന്റെ ആവശ്യപ്രകാരം വഞ്ചി തുഴയുന്നവരുടെ താളത്തിനൊത്ത് പാടാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതിന് വഞ്ചിപ്പാട്ട് എന്ന പേര് ലഭിച്ചു. ഈ ഒരൊറ്റ കൃതി കൊണ്ട് രാമപുരത്ത് വാര്യർ മലയാള കവിതാ സാഹിത്യത്തിൽ വളരെ പ്രശസ്തനാവുകയും ചെയ്തു. ഒരു തരത്തിൽ പറഞ്ഞാൽ കുചേലന്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു രാമപുരത്ത് വാര്യർക്കും. ദാരിദ്ര്യത്തിൽ രാമപുരത്ത് വാര്യരും ഒട്ടും പിന്നിലല്ലായിരുന്നു എന്നത് തന്നെ സാരം. ദാരിദ്ര്യം കാവ്യവിഷയമായി സ്വീകരിച്ചിട്ടുള്ള ആദ്യ കൃതിയും കുചേലവൃത്തം വഞ്ചിപ്പാട്ട് തന്നെ. അതുപോലെ തന്നെ കുചേലന്റെയും ശ്രീകൃഷ്ണന്റെയും സൗഹൃദത്തിന്റെ ആഴവും ഇതിൽ വ്യക്തമാക്കുന്നു. കുചേലനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ കുചേലന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കിയതുപോലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായുള്ള കണ്ടുമുട്ടൽ രാമപുരത്ത് വാര്യരുടെയും ദാരിദ്ര്യത്തിന് അറുതി വരുത്തി. ആകെ 698 വരികളുള്ള ഈ കൃതിയിൽ മാർത്താണ്ഡവർമ്മയെയും തിരുവനന്തപുരത്തെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും വർണ്ണിക്കാൻ 96 വരികളും കൃഷ്ണന്റെ അവതാരലീലകൾ വർണ്ണിക്കാൻ 132 വരികളും നീക്കിവെക്കുന്നു. അതിനുശേഷമാണ് കുചേലകഥ പ്രതിപാദിക്കുന്നത്.